കേരള ക്രൈം ഫയൽസിൻ്റെ സെക്കൻഡ് ഞാൻ ഒറ്റയടിക്കാണ് കണ്ടത്. എന്ന് വെച്ചാൽ തുടങ്ങി കഴിഞ്ഞ് പിന്നെ നിർത്താൻ പറ്റിയിട്ടില്ല, ഫുള്ള് കണ്ട് തീർത്തു. അതിൽ എനിക്ക് 2 സീന് ഭയങ്കരമായിട്ട് പെരുത്തു. ആ പാമ്പിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ കൊച്ചു ഓടി പോകുന്നില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഹിഷാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സ്പേസിലില്ലേ, എനിക്ക് വല്ലാണ്ടൊരു സാധനമായി. എന്നിട്ട് അവിടെ പോയിട്ട് ആ സീൻസൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കരമായിട്ട് ഇൻവോൾവഡ് ആണ് അതിനകത്ത്. ആ സമയത്തൊക്കെ ഇല്ലെങ്കിൽ ഇൻവോൾവഡ് ആണ്, ക്യൂരിയോസിറ്റി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ കുഴിച്ചിട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഇയാൾ രണ്ടാമത് പോയി വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെയാണ് ഹിഷാമിൻ്റെ ഹമ്മിങ് വരുന്നത്. അഹമ്മദ് ഫസ്റ്റ് തന്നെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അഹമ്മദ് പറഞ്ഞു ഹിഷാമെ ഹമ്മിങ് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഹമ്മിങ് വരുമ്പം ഞാൻ മ്യൂസിക് ചെയ്ത ഒരു സാധനത്തിന് ഒരു ഹമ്മിങ് ബൈ ഡീഫോൾട്ട് വരും. അപ്പം ഹിഷാമെ മൈക്ക് മാറ്റി വെച്ചോ, അത് ആ മൈക്ക് ഇല്ലാതെ സ്കോർ ചെയ്താൽ. എന്നിട്ട് അഹമ്മദ് തന്നെയാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ ഫസൽ ഖാൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ഹമ്മിങ് കൊണ്ടിട്ടത്. അപ്പൊ അഹമ്മദിനാണ് ആ ക്രെഡിറ്റ് ആ ഹമ്മിങ് അവിടെ വെക്കാൻ. ഈ പട്ടീന്റെയും ആ കുട്ടീന്റെ റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിലായിരുന്നു നമ്മുടെ എന്റെയും ഗ്രിപ്പിംഗ് പോയിന്റ്. കാരണം അവിടെ ഇമോഷണൽ കണക്ഷൻ സ്ട്രോങ് ആയാൽ മാത്രമാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഹാങ് ഓവർ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ കമ്പോസ് ചെയ്തത്. ഇൻഫാക്ട് അതിന്റെ വയലിൻ വായിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്.